ദളപതി വിജയ് മുഖ്യമന്ത്രിയായ ശേഷം അത്യാവശ്യം ട്രോളുകളും കളിയാക്കലും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് രജനീകാന്ത്. അതിന്റെ പ്രധാന കാരണം രജനീകാന്ത് ആണ് ഈ തമിഴ് സിനിമയിലെ നമ്പർ 1 എന്നാണ് രജനീകാന്ത് ഫാൻസ് പറയുന്നത്. അത് തന്നെയാണ്, അല്ല എന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിലും ബിസിനസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ഒരു അവസ്ഥയിൽ ബിസിനസ് വൈസ് എന്തുകൊണ്ടും വിജയ് തന്നെയായിരുന്നു നമ്പർ 1. എങ്കിലും അത് രജനി ഫാൻസ് സമ്മതിക്കാറില്ല. അതിന്റെ പേരിൽ കുറെ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. എന്തായാലും രജനീകാന്തിന് സാധിക്കാത്തത്, രജനീകാന്ത് ആയിരുന്നു പണ്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ രജനീകാന്ത് ഇറങ്ങിയില്ല. എന്തായാലും പല കാരണങ്ങളോടെ നടന്നില്ല. അപ്പൊ അതിനുശേഷം രജനീകാന്തിന് സാധിക്കാത്ത, അല്ലെങ്കിൽ കമൽഹാസന് പോലും സാധിക്കാത്ത, കമൽഹാസൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വന്ന ഒരാളാണ്. പക്ഷെ സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ചപ്പോൾ തോൽക്കേണ്ടി വന്നു. പിന്നീട് DMKയുടെ കൂടെ കൂടി, എന്നിട്ട് ഇപ്പൊ രാജ്യസഭ MP ആണ്. അപ്പൊ എന്തായാലും ഇവർക്കൊന്നും സാധിക്കാത്ത വിജയ്ക്ക് സാധിച്ചു എന്നുള്ളതായിരുന്നു വിജയ് ഫാൻസും തമിഴ് സിനിമാ ലോകത്തെയും എല്ലായിടത്തെയും വർത്തമാനങ്ങളൊക്കെ. അതിനുശേഷം ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്ന ശേഷം രജനീകാന്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും വിജയനെ കുറിച്ച് ഓപ്പണായിട്ട് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഒരു പോസ്റ്റ് ട്വിറ്ററിൽ, എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു വിജയനെ അഭിനന്ദിച്ചിട്ട്. പക്ഷെ അദ്ദേഹം സ്റ്റാലിനെ സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നു. അതിന്റെ ഒരു ഫോട്ടോ എവിടെയോ ഞാനും കണ്ടിരുന്നു. അപ്പൊ കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് വിജയ് സ്റ്റാലിനെ തോൽപ്പിച്ചു, അതായത് വിജയുടെ പാർട്ടി സ്റ്റാലിനെ തോൽപ്പിച്ചു, സ്റ്റാലിന്റെ പാർട്ടി DMKയും താഴെ ഇറങ്ങി, സ്റ്റാലിനും തോറ്റു. അപ്പൊ അതുകൊണ്ട് സ്റ്റാലിനെ ഒന്ന് പോയി കണ്ട്, പിന്നെ DMKയും ADMKയും തമ്മിൽ ഒന്നിച്ചാൽ വിജയനെ താഴെ ഇറക്കാം, അല്ലെങ്കിൽ വിജയനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കും. ഇതിനൊക്കെ വേണ്ടിയാണ് രജനീകാന്ത് പോരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഗോസിപ്പുകൾ പല ഓൺലൈൻ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് രജനീകാന്ത് തന്നെ ഓപ്പണായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ പലരും ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്കിലും ഞാൻ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് പറയാം. മെയിനായിട്ട് ഈ പറയുന്ന രജനീകാന്ത് അത് അധികം പ്രസ് മീറ്റുകളൊന്നും കണ്ടക്ട് ചെയ്യുകയോ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അധികം സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നമുക്കറിയാം. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരു വലിയൊരു ക്ലാരിഫിക്കേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്, സ്റ്റാലിൻ എൻ്റെ 40 വർഷമായിട്ടുള്ള സുഹൃത്താണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനും അപ്പുറത്തോട്ട്, എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സുഹൃത്തുക്കളുണ്ട്. സ്റ്റാലിനും അതുപോലെ തന്നെ. നമുക്കറിയാം, സ്റ്റാലിൻ കരുണാനിധി കുടുംബം ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബം തന്നെയാണ്. സ്റ്റാലിനും സിനിമയിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ സ്റ്റാലിൻ പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായ ശേഷം സിനിമയിൽ നിന്ന് മാറി. അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സിനിമയിലൂടെ വന്നത് എന്തുകൊണ്ടും രജനീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വളരെ അടുപ്പമുള്ളതാണ്. അപ്പോൾ സ്റ്റാലിന്റെ പരാജയം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സുഹൃത്തിന്റെ ഒരു പരാജയമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ അവരെ രണ്ട് പ്രധാന പാർട്ടികളെ തമ്മിൽ ഒന്നിപ്പിച്ച് വിജയനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനല്ല ഞാൻ ശ്രമിച്ചത്. പിന്നെ വിജയോട് എനിക്ക് ഒരു അസൂയുമില്ല. എനിക്ക് എന്തിനാണ് വിജയോട് അസൂയ? എന്നിട്ട് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു, കമൽഹാസനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിച്ചേനെ എന്ന് തമാശ രൂപേണ. കാരണം അപ്പോൾ അതിൽ ഇതിനെതിരെ ഒരു 2 കമന്റ് വരുന്നുണ്ട്. ഒരു കമന്റ് വിജയനെ ഇപ്പോഴും രജനീകാന്തിന്റെ താഴെ എന്ന രീതിയിൽ കണക്കാക്കുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റേതാ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സാണ് അദ്ദേഹം പറയുന്നത്. കമൽഹാസൻ അതിന് സീനിയോറിറ്റി വെച്ചിട്ടാണ് അത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വിജയും ഞാനും തമ്മിൽ ഏകദേശം 25 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഞാൻ സിനിമയിലൊക്കെ വന്ന ശേഷമാണ് വിജയ് സിനിമയിൽ വരുന്നത്. അതുകൊണ്ട് എനിക്ക് വിജയോട് ഒരു അസൂയില്ല. എനിക്ക് സന്തോഷവും അത്ഭുതവുമുണ്ട്. കാരണം ഈ പറയുന്ന BJP ഗവൺമെന്റ് ഉൾപ്പെടെ ADMK DMK ഒക്കെ വർഷങ്ങളായിട്ട് അവരാണല്ലോ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, DMK ADMK. അപ്പോൾ ഈ 2 മുന്നണികളും ഓടൊപ്പം മത്സരിച്ചിട്ട് വിജയ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിജയ് ഒരു ജനസമ്മതി നേടിയെടുത്ത് അദ്ദേഹം ജയിച്ചു എന്ന് പറഞ്ഞ് ജയിച്ച് മുഖ്യമന്ത്രിയായി. MGRനെക്കാട്ടും NTRനെക്കാളും അവർ നേടിയതിനേക്കാളും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു രീതിയിലാണ് വിജയ് പൊളിറ്റിക്സിൽ ഒരു സ്ഥാനം നേടിയത്. കാരണം അവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഇത്ര പെട്ടെന്ന് വിജയ് സാധിച്ചെടുത്തത്. അതിൽ എനിക്ക് വിജയോട് വളരെ സന്തോഷവും ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വളരെ അഭിമാനം തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, വിജയ്ക്ക് 2 വർഷമെങ്കിലും സമയം കൊടുക്കണം, അദ്ദേഹം ഭരിക്കട്ടെ, അദ്ദേഹം ഭരിച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. പിന്നെ അദ്ദേഹത്തിന്റെ ഫാൻസിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളും കുറച്ച് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷകരമായാൽ, അതായത് എന്തെങ്കിലും ഒരു തെറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് വിജയിനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഫാൻസിനോട്, വിജയ് ദളപതി ആരാധകരോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ മേഖല രാഷ്ട്രീയമല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ 2001 ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായാലും ഞാൻ അന്ന് ജയിച്ചേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് അദ്ദേഹത്തിന്റെ ഒരു പീക്ക് ടൈമാണ്. ഇന്നത്തെ ഒരു വിജയുടെയൊക്കെ ഒരു പ്രായമാണ്, ഒരു 50s നിൽക്കുന്ന ഒരു പ്രായമാണ്. ഇത് അദ്ദേഹം 70കളിലെത്തി. പക്ഷെ അതിനടിയിലും കമന്റ് വരുന്നുണ്ട്,
അതിൻ്റെ വെറുതെ ഒരു സ്വയമായിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കണമായിരുന്നു, അന്ന് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിൽക്കണമായിരുന്നു എന്നുള്ളത് കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പോലും എനിക്ക് തോന്നുന്നു ഇത് രജനീകാന്തിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പലവർക്കും അറിയുന്നുണ്ടാവാം. എങ്കിലും അദ്ദേഹം 92 ആ കാലഘട്ടങ്ങളിലൊക്കെ പല കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് ജയലളിതയുമായിട്ട് അദ്ദേഹത്തിന് ഒരു അസ്വാരസ്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരിക്കൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജയലളിത അതുവഴി പോകുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ജയലളിത പോകുന്നുണ്ട്. അപ്പൊ ജയലളിതയ്ക്ക് പോകാൻ വേണ്ടി വഴി മുഴുവൻ തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ രജനീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി ഒരു ചെറിയൊരു കടയിൽ നിന്ന് ഒരു സിഗരറ്റ് വാങ്ങി കത്തിച്ചപ്പോൾ അവിടെ റോഡ് മുഴുവനും ബ്ലോക്കായി. അപ്പോൾ ജയലളിതയെക്കാട്ടും കൂടുതൽ ഒരു ആരാധകരാണ് രജനീകാന്ത്. അപ്പൊ രജനീകാന്ത് റോഡിൽ ഇറങ്ങിയപ്പോൾ റോഡ് ബ്ലോക്കായി. അതുകൊണ്ട് പോലീസുകാർ രജനീകാന്തിനെ അഭ്യർത്ഥിക്കാൻ എത്രയും പെട്ടെന്ന് പോകാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ രജനീകാന്ത് പോയിന്നൊക്കെ കഥ കേട്ടിട്ടുണ്ട്. ഈ കഥയെ ഇൻസ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ കേട്ട സംഭവത്തെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പൃഥ്വിരാജ് ലൂസിഫർ എന്ന് പറഞ്ഞ ഒരു രംഗവും അതുപോലെ മോഹൻലാലിന്റെ ഇൻട്രോ രംഗമൊക്കെ അന്ന് എഴുതിയതെന്നൊക്കെ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 96 എന്ന് പറയുന്ന സമയം, അന്ന് രജനീകാന്ത് ഇലക്ഷന് വരും എന്നൊക്കെ ഒരു വാർത്ത. അന്നാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം അന്ന് ശക്തമായിട്ട് DMK-നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ജയലളിത ഇനി വീണ്ടും ഭരണത്തിൽ വന്നാൽ ദൈവത്തിന് പോലും തമിഴ്നാടിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അന്ന് അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം DMK-ക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങി. അന്ന് DMK തന്നെയാണ് ഭരണത്തിൽ വന്നത്. പിന്നീട് പല പല കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 95-ലാണ് ഭാഷ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ് ഭാഷയും മുത്തും ആ വർഷമാണ്. അതിന് 97-ൽ അരുണാചലം ഇറങ്ങുന്നു, അത് വിജയിക്കുന്നു. 99-ൽ പടയപ്പ വിജയിക്കുന്നു. പടയപ്പ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ അദ്ദേഹം അന്ന് ഇലക്ഷൻ നിന്നിരുന്നു. അതായത് 99 പടയപ്പ കഴിഞ്ഞ് ആ ഒരു 2 വർഷം ഉണ്ടായിരുന്നു, 2001 എന്ന് പറയുന്ന ആ ഒരു സമയം വരെ. 2001-ലാണ് അന്ന് ഇലക്ഷൻ വന്നത്. ആ ഒരു ടൈമിൽ അദ്ദേഹം ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ കയറാൻ പറ്റുന്നത്. പക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ബാബ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. എനിക്ക് തോന്നുന്നു ബാബ വിജയിച്ചിരുന്നെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ എന്നതിൽ അദ്ദേഹം അന്ന് അഭിനയം നിർത്തുമെന്നൊക്കെ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാബ എന്നൊരു പരാജയം എന്ന സെൻസ് ഒരുപക്ഷെ പ്രൊഡ്യൂസർക്ക് ലാഭമായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു രജനീകാന്ത് ഫാൻസിന് അന്ന് തൃപ്തി വന്നില്ലെങ്കിൽ കൊണ്ട് കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നഷ്ടം വന്നു, രജനീകാന്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ നഷ്ടം നികത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും അന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ല. പിന്നെ അദ്ദേഹം ഒരു 3 വർഷത്തെ ബ്രേക്ക് പടയപ്പയ്ക്ക് ശേഷം എടുത്തു. അതിന് ചന്ദ്രമുഖി, പിന്നെ ശിവാജി, അങ്ങനെ കുറെ സിനിമകൾ അദ്ദേഹം ചെയ്തു. ഇത് കഴിഞ്ഞ് 2016 ആയപ്പോഴാണ് അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിൽ വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം അന്ന് ആ ഒരു ലോക്സഭാ ഇലക്ഷനും അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന 2021 നിയമസഭാ ഇലക്ഷനൊക്കെ നിൽക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പിന്മാറി. അദ്ദേഹം പറഞ്ഞത് ഒരു സ്പിരിച്വൽ ഒരു രീതിയിലാണ് അദ്ദേഹം എന്തോ പറഞ്ഞത്. ദൈവം അദ്ദേഹത്തിനോട് പറയിപ്പിച്ചു, രാഷ്ട്രീയം വേണ്ട, നിന്റെ വഴി അതല്ല എന്ന്, അങ്ങനെ എന്തോ ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് കുറച്ചു കാലം മുമ്പ് ആണ്. പക്ഷെ ആരാധകരല്ല, ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രജനീകാന്തിന് മനസ്സിലായി. കാരണം കമൽഹാസന് സാധിച്ചില്ല, അതുകൊണ്ട് ഇനി രജനീകാന്തും ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പിന്മാറിയതാണ്. പക്ഷെ ഒരു വർഷം കറക്റ്റാണ്. കാരണം രജനീകാന്തിന്റെ ഒരു പീക്ക് എന്ന് പറയുന്നത് ഈ 90-കൾ 99 ആ ഒരു സമയത്തായിരുന്നു. 2000-ന് ശേഷം 2010-നൊക്കെ ശേഷം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പീക്ക് എന്ന് പറയുന്നത് അല്ല ശരിക്ക്. എന്തൊക്കെ പറഞ്ഞാലും പിന്നെ വിജയാണ് അന്ന് കയറി വന്നത്. പിന്നെ വിജയ് തന്നെയായിരുന്നു ബിസിനസ് വൈസ് നമ്പർ 1. അതുകൊണ്ട് രജനീകാന്ത് 2016-ലോ 2017-ലോ ഇറങ്ങിയിരുന്നെങ്കിൽ സീറ്റുകൾ പിടിക്കുമായിരിക്കും, അദ്ദേഹം ജയിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും വിജയ് നേടി പോലെ ഒരു ഇത് അദ്ദേഹം നേടില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും രജനീകാന്ത് വിജയും തമ്മിൽ പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് ചർച്ചകളൊക്കെ വായിക്കാറുണ്ട്. കാരണം അത് തുടങ്ങിയത് ജയിലറിന്റെ ആ ഒരു സമയത്ത് അദ്ദേഹം കാക്ക കഴുകൻ എന്ന് പറയുന്നൊരു കഥ പറഞ്ഞപ്പോൾ കഴുകനും കാക്കയ്ക്ക് അറിയില്ല കഴുകന്റെ പവർ എന്ന് പറഞ്ഞാൽ അത് വിജയൻ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞു. വിജയ് പിന്നീട് ലിയോന്റെ ഒരു പ്രൊമോഷൻ സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞു, ഒരു കഥ പറഞ്ഞൊരു കൂട്ടത്തിൽ കാട്ടിലെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ കാക്ക കഴുകൻ എന്ന് പറഞ്ഞു നിർത്തി. അപ്പൊ പക്ഷെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓപ്പണായിട്ട് ഇവർ പറഞ്ഞിട്ട്. പക്ഷെ രജനീകാന്ത് പിന്നീട് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും എനിക്ക് വിജയോട് ഒരു പ്രശ്നവുമില്ല, വിജയനെ ഞാൻ കുട്ടിക്കാലം മുതൽ കാണാണ്. വിജയുടെ അച്ഛൻ S. A. ചന്ദ്രശേഖരന്റെ ഒരു സിനിമയിൽ രജനീകാന്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ വിജയും അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായിട്ട്. അപ്പൊ എനിക്ക് ചെറുപ്പം മുതൽ അറിയുന്ന ഒരു പയ്യനാണ്. വീണ്ടും വീണ്ടും രജനീകാന്ത് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വിജയ് അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് കൊടുത്താൽ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ഇപ്പൊ എന്തായാലും രജനീകാന്ത് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത് എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്കുകൾ വരുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇനി എന്തായാലും ഇറങ്ങില്ല. പക്ഷെ ഇറങ്ങിയിരുന്നെങ്കിൽ 25 വർഷം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ സാധ്യത ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ 2016-17-ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എന്തായാലും ഇനി വരും രജനീകാന്ത് പറഞ്ഞ പോലെ വിജയ് എന്തൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.